ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിലെ കനത്ത ചൂടിന് നേരിയ ആശ്വാസം. വിവിധ ഭാഗങ്ങളിൽ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തി. 49.8 ഡിഗ്രി സെൽഷ്യസ് വരെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു താപനില. ഏറ്റവും ഉയർന്ന താപനില റുസ്താക്കിലാണ് അനുഭവപ്പെട്ടത്. 44.6 ഡിഗ്രി. സമായിലും മസ്യൂനയിലും 44.4 ഡിഗ്രിയും മക്ഷനിൽ 44.3 ഡിഗ്രിയും സുനൈനയിൽ 44.2 ഡിഗ്രിയും അൽ-അവാബിയിലും ഹംറ അദ്റൂയിലും 44.1 ഡിഗ്രിയും ബിദ്ബിദിൽ 44 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഏറ്റവും കുറഞ്ഞ താപനില സൈക് പ്രദേശത്താണ് റിപ്പോർട്ട് ചെയ്തത്. 22.6 ഡിഗ്രി സെൽഷ്യസ്. ദൽഖൂത്തിലും ഖൈറൂൻ ഹിർത്തിയിലും 23 ഡിഗ്രിയിലും ഹലാനിയ ദ്വീപിൽ 25.1 ഡിഗ്രിയിലും ജാലാൻ ബുവലിയിൽ 25.3 ഡിഗ്രിയിലും താക്കയിൽ 25.5 ഡിഗ്രിയും ദുക്കമിൽ 25.7 ഡിഗ്രി സെൽഷ്യസും താപനില റിപ്പോർട്ട് ചെയ്തു. അതേസമയം ചൂട് കുറയുമ്പോഴും അന്തരീക്ഷ ഈർപ്പം ഉയർന്ന നിലയിലാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും കാലാവസ്ഥ മാറ്റമുണ്ടായേക്കാം. ഓഗസ്റ്റ് അവസാന വാരം വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉച്ചസമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. ഓഗസ്റ്റ് അവസാനം വരെ രാജ്യത്ത് മധ്യാഹ്ന വിശ്രമം നിലനിൽക്കും. ഈ വർഷം ഖരീഫ് സീസണിൽ 1 ദശലക്ഷം സഞ്ചാരികളെ പ്രതീക്ഷിക്കുന്നതായി ദോഫർ നഗരസഭ ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മൊഹസിൻ അൽ ഗസാനി അറിയിച്ചു. ഇത്രയും സന്ദർശകർക്കായുള്ള ഒരുക്കങ്ങൾ ദോഫാറിൽ പൂർത്തീകരിച്ചതായും പുതിയ സന്ദർശന കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖരീഫ് കാലത്ത് സഞ്ചാരികൾക്കായി ഒരുക്കിയ ഖരീഫ് ഫെസ്റ്റിവൽ ഇത്തവണ 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. വ്യത്യസ്ത വിനോദ പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും. ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാരികൾക്ക് ഉത്സവാന്തരീക്ഷം ആസ്വദിക്കാം. കഴിഞ്ഞ വർഷം ഖരീഫ് കാലത്തെ ദോഫാർ സന്ദർശിച്ചത് 10 ലക്ഷത്തോളം സഞ്ചാരികളായിരുന്നു. 2023 ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള കാലയളവിൽ 9,62,000 പേർ സലാലയിലെത്തി. 2022 ഇതേ കാലയളവിൽ സഞ്ചാരികൾ 8,13,000 ആയിരുന്നു എന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 103 ദശലക്ഷം ഒമാനി റിയാലാണ് ഖരീഫ് സന്ദർശകർ ദോഫാറിൽ ചെലവഴിച്ചത്. 2022 ഇത് 84 ദശലക്ഷമായിരുന്നു. ഖരീഫ് സീസണിൽ പകുതിയിലധികവും ഒമാനി പൗരന്മാരായിരുന്നു എന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 6,66,307 സ്വദേശികളാണ് 2023 ദോഫാറിലെത്തിയത്. ദോഫാർ ഗവർണറേറ്റിലെ കാർ റെന്റൽ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ടാക്സികളിലും പരിശോധനയുമായി ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും നിയമലംഘനങ്ങൾ കുറയ്ക്കുകയും ഗവർണറേറ്റിലെ പൗരന്മാർക്കും സന്ദർശകർക്കും നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ലക്ഷ്യം വെച്ചാണ് പരിശോധന. ഖരീഫ് സീസൺ ആരംഭിച്ച ശേഷം ദോഫാറിൽ ടാക്സി മേഖലയിലും റെന്റേ കാർ സേവനങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വിദേശ വിനോദസഞ്ചാരികളും ആഭ്യന്തര സന്ദർശകരും സലാലയിലെത്തിയ ശേഷം ടാക്സികൾ ഉപയോഗപ്പെടുത്തുകയോ റെന്റേ കാറുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ എത്തി ഇവിടെ നിന്നും തന്നെ ടാക്സി സേവനവും യാത്രക്കാർ ഉപയോഗിക്കുന്നു. മുൻകൂട്ടി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ടാക്സികളിലും റെന്റേ കാർ സ്ഥാപനങ്ങളിലും ലഭ്യമാണ്. ബലിപെരുന്നാൾ കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒമാനിൽ നിന്നും കേരള സെക്ടറുകളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ഒരു മാറ്റവുമില്ല. ഉയർന്നു തന്നെ. മസ്കറ്റിൽ നിന്നും സലാലയിൽ നിന്നുമുള്ള സർവീസുകളിലെല്ലാം ടിക്കറ്റ് നിരക്ക് വളരെ ഏറെയാണ്. ജൂലൈയിൽ നിരക്ക് കുറയുമെന്ന് കാത്തിരുന്നവർ പ്രവാസികൾക്ക് ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് നിലവിൽ 118 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരം സെക്ടറിൽ 84 റിയാലും കണ്ണൂരിലേക്ക് 76 റിയാലും കൊച്ചിയിലേക്ക് 78 റിയാലുമാണ് വരും ദിവസങ്ങളിൽ ചെലവ് വരുന്നത്. സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റിന് 92 റിയാലും കൊച്ചിയിലേക്ക് 84 റിയാലും നൽകണം. സലാമെയർ, ഇൻഡിഗോ, ഒമാനെയർ വിമാനങ്ങളിൽ നിരക്ക് ഇതിലും മുകളിലാണ്. അതേസമയം പെരുന്നാൾ കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് കുറയുമെന്ന് കാത്തിരുന്ന് നാട്ടിലേക്ക് പോകാനിരുന്ന പ്രവാസികൾ ഏറെയാണ്. ഇത്തരത്തിൽ കാത്തിരിക്കുന്ന മലയാളി കുടുംബങ്ങളുമുണ്ട്. നിരക്ക് കുറഞ്ഞോ എന്ന അന്വേഷണങ്ങളുമായി നിരവധി പേരാണ് ഓരോ ദിവസവും ബന്ധപ്പെടുന്നതെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു.
അതേസമയം കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള നിരക്കുകളും ഉയർന്നു തുടങ്ങി. ഇതിനാൽ തന്നെ വേനലവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് മടങ്ങിവരാൻ തുക വലിയ തോതിൽ ചിലവാകും. സ്കൂൾ അവധി ദിവസങ്ങൾ ഈ മാസം അവസാനത്തോടെ അവസാനിക്കാനിരിക്കെയാണ് ടിക്കറ്റ് നിരക്കും ഉയരുന്നത്. അടുത്ത മാസം ആദ്യവാരം വരെ വലിയ തുക നൽകി വേണം ടിക്കറ്റ് സ്വന്തമാക്കാൻ. എന്നാൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് റിട്ടേൺ ടിക്കറ്റ് എടുത്തവർക്ക് ഈ നിരക്ക് വർധനവിൽ നിന്നും രക്ഷപ്പെടാം. മസ്കറ്റിലേക്ക് താരതമ്യേന കുറഞ്ഞ നിരക്ക് കോഴിക്കോട് നിന്നാണ്. ഉയർന്ന നിരക്ക് കൊച്ചിയിൽ നിന്നും. നേരിട്ടുള്ള സർവീസുകൾ കുറവായതിനാൽ കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാരും ഉയർന്ന തുകയ്ക്ക് ടിക്കറ്റ് സ്വന്തമാക്കേണ്ടി വരും. ഒരു ദിവസമെങ്കിലും നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി മലയാളികൾ. വരും ദിവസങ്ങളിൽ നിരക്ക് വീണ്ടും ഉയർന്നേക്കുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നു. വൻതുക ചെലവ് വരുമ്പോൾ മടക്കയാത്ര തന്നെ പ്രതിസന്ധിയിലാകും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ വ്യത്യസ്ത ദിവസങ്ങളിലാണ് വേനലവധിക്ക് ശേഷം ക്ലാസ് പുനരാരംഭിക്കുന്നത്. ഈ മാസം അവസാനത്തിലും അടുത്ത മാസം ആദ്യത്തിലുമാണ് രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്നത്. ജൂലൈ അവസാന ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 110 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. കണ്ണൂരിൽ നിന്നും 93 റിയാലും തിരുവനന്തപുരത്ത് നിന്നും 96 റിയാലും കോഴിക്കോട് നിന്നും 67 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. 20 കിലോ മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ നിരക്കിൽ ബാഗേജ് അനുവദിക്കുക. 30 കിലോ ബാഗേജ് ആവശ്യമുള്ളവർ 10 ഒമാനി റിയാൽ അധികം നൽകേണ്ടി വരും. ഒമാൻ എയറിലും സലാം എയറിലും ഇൻഡിഗോയിലുമെല്ലാം നിരക്ക് ഇതിലും കൂടുതലാണ്. ചില സെക്ടറുകളിൽ നിന്നും ചില ദിവസങ്ങളിൽ നേരിയ വ്യത്യാസവും വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിലുണ്ട്. അൽ അഷ്കറ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പും നടക്കും. ആദ്യമായാണ് പ്രാദേശിക ഉത്സവത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് അരങ്ങേറുന്നത്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച അൽ അഷ്കറ ബീച്ചിൽ ഒരുക്കിയ പ്രത്യേക ഗ്രൗണ്ടിൽ നിരവധി മത്സരങ്ങൾ അരങ്ങേറി. പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച കളികൾ വൈകുന്നേരം 4 മണിവരെ തുടർന്നു. ടൂർണമെന്റിലെ തുടർ മത്സരങ്ങൾ ഈ മാസം 19-നും 26-നും അരങ്ങേറും. ടൂർണമെന്റ് ജേതാക്കളെ കാത്തിരിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ്. മലയാളികളടക്കം അണിനിരക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഒരുക്കുന്നതിലൂടെ അജ്വ അൽ അഷ്കറ ഫോറം എന്ന് പേരിട്ടിരിക്കുന്ന 2ാം എഡിഷൻ ഫെസ്റ്റിവലിലേക്ക് കൂടുതൽ വിദേശികളുടെ പങ്കാളിത്തമെത്തും. മത്സരം കാണാനും ഫെസ്റ്റിവലിന്റെ അനുബന്ധ പരിപാടികളിൽ പങ്കാളികളാകാനും ഇന്നലെയും നിരവധി പേരെത്തി. വാരാന്ത്യം കൂടിയായതിനാൽ സന്ദർശകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ വിനോദ പരിപാടികളും അനുബന്ധമായി ഒരുക്കിയിരുന്നു. ജൂലൈ 31 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ സന്ദർശകരെ നിരവധി വേറിട്ട വിനോദങ്ങളാണ് കാത്തിരിക്കുന്നത്. പൈതൃകം, വിനോദം, വിനോദസഞ്ചാരം, സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ അരങ്ങേറും. ജാലാൻ ബനി ബു അലി വിലായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കും. വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.